നമ്മളൊരുത്തരെ സഹായിക്കുമ്പോൾ നമ്മളൊരു ഭിക്ഷ എന്നുള്ള വാക്ക് പറയും. ഐ ഹേറ്റ് ഇറ്റ്. ഭിക്ഷയാണോ നമ്മളൊരുത്തന് കൊടുക്കുന്നത്? ആണോ? അല്ല, ഭിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ എല്ലാവർക്കും സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻ ഈ ലോകത്തിലുണ്ടായിരുന്നു അല്ലേ? ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഭൂമി, ഫ്രീ ആയിട്ട് കിട്ടിയതാണ് മരങ്ങൾ, ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഫ്രൂട്ട്സ്, ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നമുക്ക് കിടക്കാനുള്ള തറയല്ല. നമ്മൾ പലതും ഉണ്ടാക്കി, കട്ടിലും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കി അത് വിറ്റു. പക്ഷേ ഇന്നിപ്പോൾ ഫ്രീ ആയിട്ട് ഒരാളിന് കിടക്കാനുള്ള സ്ഥലമുണ്ടോ? ഫ്രീ ആയിട്ടൊരു സ്ഥലം ഭൂമി കിട്ടുമോ? നമുക്ക് വാങ്ങിക്കാം. കിട്ടുമോ? എവിടെയെങ്കിലും ഉള്ളിലോ ആവട്ടെ ഫ്രീ ആയിട്ട് സ്ഥലം കിട്ടുമോ? ഫ്രീ ആയിട്ടൊരു മരത്തിൽ നിന്ന് നമുക്കൊരു ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റുമോ? ഇതെല്ലാം പ്രകൃതി നമുക്ക് കിട്ടി തന്നതാണ്. ഓക്കെ, ദ എർത്ത് ഈസ് ഓസ്. ഈ ഭൂമി നമ്മുടേതാണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഒത്തിരി ബൗണ്ടറീസ് ഉണ്ടാക്കി. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സിറ്റുവേഷനാണ്. ഇപ്പം നമ്മൾ ഒരാളിനെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, മുന്നോട്ട് പറയാം, നമുക്കുള്ളത് സഹായിച്ചാൽ മതി. ഒരു ദിവസം 10 രൂപ ഒരു ചായ കുടിക്കുമ്പോൾ തൊട്ടടുത്ത ഒരാൾ നമ്മുടെ 10 രൂപയ്ക്ക് ചായയോ ഒരു ഫ്രൂട്ടിയോ വാങ്ങിച്ചു കൊടുക്കാൻ ഇന്ന് നമ്മൾ അതിനുള്ള ഒരു തീരുമാനം എടുക്കണം. പ്ലീസ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ ഒരു 10 രൂപയുടെ ചായ ഇന്നെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കൊടുക്കണം എന്നുണ്ട്. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ഇത് കമൻറ്റിലൂടെ നിർത്തരുത്. ഓക്കെ, നമുക്ക് 10 രൂപ സഹായിക്കാം സുഖമായിട്ട്. ഒരു മാസം ഒരു 10 ദിവസമായാലും 100 രൂപയിലേ ആവത്തുള്ളൂ. 10 ചായ ആളുകൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. 10 രൂപയ്ക്ക് ഫ്രൂട്ടി കിട്ടും, വാങ്ങിച്ചു കൊടുക്കുക. എന്ത് ചൂടാണ് ഇപ്പോഴത്തെ കാലത്ത്. വാങ്ങിച്ചു കൊടുക്കുക 10 രൂപയ്ക്ക് ഒരു ഫ്രൂട്ടി. ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. നിങ്ങൾ കാണുമ്പോൾ പാവപ്പെട്ടവരാണെന്ന് തോന്നുന്നവർ മാത്രമല്ല, കാണുമ്പോൾ ആരെങ്കിലും ചേട്ടാ സുഖമാണോ, ഞാൻ ഫ്രൂട്ടി വാങ്ങിച്ചു തരട്ടെ, കുടിക്കൂ. കുടിക്കില്ല എന്ന് പറഞ്ഞ് വിട്ടേക്കുക. ചേട്ടാ ചായ കഴിച്ചു വിട്ടെ, കൊടുക്കുക. ഒന്ന് തോളത്ത് തട്ടുക, സമാധാനമായി പറയാം. കൂടുതൽ കമ്പനി ആവണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം മനുഷ്യനെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്.